ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുക ഓണം സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഓണത്തിന് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ. നല്ല അടിപൊളിയായിട്ടുള്ള പച്ചടിയാണ്, നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റിയാന്നേ. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ ഒരു കടായി എടുക്കാം. കടായിലേക്ക് നമുക്ക് 250 ഗ്രാം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള പൈനാപ്പിൾ നോക്കിയിട്ട് എടുക്കണേ, എന്നാലേ നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അഥവാ പൈനാപ്പിൾ നിങ്ങളുടെ മധുരം ഇല്ലെങ്കിലും ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യം നമുക്കാണെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ നമുക്ക് ഉപ്പും കിട്ടും. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പോയി എല്ലാം ഡ്രൈ ആയി കിട്ടണം കേട്ടോ. അത്രയും പാകം വേണം ചെയ്യാനായിട്ട്. അതുവരത്തേക്ക് നമുക്കൊന്ന് അരപ്പതിന് വേണ്ടി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ കൂട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ കണ്ട പൈനാപ്പിളിൻ്റെ എക്സ്ട്രാ വെള്ളം ഇത്രയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം വറ്റി നന്നായിട്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതുവരത്തേക്ക് നമുക്ക് അതിന് വേണ്ടി തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സി ജാർ എടുക്കും. അതിനകത്ത് നമുക്കാണെങ്കിൽ 1/2 കപ്പ് തേങ്ങ ചിരകി ഇട്ട് കൊടുക്കണേ. പിന്നെ അതിനകത്താണെങ്കിൽ 1/2 ടീസ്പൂൺ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളി ഞാൻ ഒരു 5-6 എടുത്തിട്ടുണ്ട്, അതും നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. അതുകൊണ്ട് 3 ഞാൻ ഇടും. ഇന്നത്തെ നമുക്ക് മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ എങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് സെയിം അതുപോലെ തന്നെ ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് 1/2 കപ്പ് തേങ്ങ ചെരുകിയത് അതും തേടി എടുക്കാം. ഒരു 1/4 കപ്പ് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ അതേ നമ്മുടെ പൈനാപ്പിൾ നിന്നൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ അരപ്പ് നമ്മൾ റെഡിയാക്കിയേക്കണം, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ഒരു തള വരേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് തള വന്നാൽ മാത്രം മതി, ഒത്തിരി തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആ നേരം ആകുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്കാണെങ്കിൽ പുളിയുള്ള തൈര്, 1 കപ്പ് ഞാനാണെങ്കിൽ തൈര് എടുത്തിട്ടുണ്ട്. പുളിയുള്ള തൈര് വേണം അത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അത് നമുക്കാണെങ്കിൽ ഉടയ്ക്കേണ്ട ആവശ്യമില്ല, വെറുതെ കൈ സ്പൂൺ കൊണ്ട് ഉടച്ചാൽ മതി. മിക്സിയിൽ ഉടയ്ക്കണമെങ്കിൽ ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആയിപ്പോവും കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചടി നമുക്ക് ഒത്തിരി ലൂസായിപ്പോവും. നമ്മൾ ഇലയിലേക്ക് വളമുമ്പോൾ ഒരിടത്ത് തന്നെ ഇരിക്കണം, ആ പാകത്തിന് വേണേ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഒത്തിരി ലൂസല്ല കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ പാകത്തിനായി വരും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി ഒരു കടുക് താളിച്ച് നമുക്ക് ഒഴിക്കാം. വെളിച്ചെണ്ണ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കണേ. എൻ്റെ ഈ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, നിങ്ങൾ അത് ഇട്ട് കൊടുക്കണേ. എന്നിട്ടാണ് കഴിഞ്ഞ് ഈ തടുക്കാൻ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പറഞ്ഞുകൊണ്ട് പച്ചടിക്ക് അത് പൈനാപ്പിളിന് മധുരം ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണേ. ഇച്ചിരി സ്വീറ്റ്നെസ് വേണം, എന്നാലേ പൈനാപ്പിൾ പച്ചടി കഴിക്കാനായിട്ട് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പം പിന്നെ ഉപ്പൊക്കെ പാകത്തിന് നോക്കണേ, ഇല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഉപ്പാകത്ത് ആഡ് ചെയ്യണം. ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് ആഡ് ചെയ്തായിരുന്നു കേട്ടോ, കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പം അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടാണ്. ഓണത്തിനോ അല്ലെങ്കിൽ വിഷുവിനോ ഏതാണെങ്കിലും ഇത് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.